സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്ന് നിറയണമേ. കൃതജ്ഞത. 116 സങ്കീർത്തനം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവെ, നീ ശാന്തിയിലേക്ക് മടങ്ങുക. കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമേ, നിൻ്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവജനമേ, സങ്കീർത്തനം 116 അധ്യായം ഒരു ഹൃദയ നിർഭരമായ നന്ദി ഗാനമാണ്. മരണത്തിൻ്റെ അതിരുകളിലേക്കും കഷ്ടതകളിലേക്കും യാത്ര ചെയ്ത് അവിടെ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച ഒരാളുടെ ആത്മസാക്ഷ്യമാണിത്. ഞാൻ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നു, കാരണം അവൻ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കും എന്ന വചനത്തോടെ ആരംഭിക്കുന്ന ഈ മനോഹര നന്ദി ഗാനം മനുഷ്യജീവിതത്തിലെ ആഴത്തിലുള്ള ഭയവും ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ലഭിക്കുന്ന സമാധാനവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. വിശ്വാസത്തിൻ്റെ ലാളിത്യവും കൃതജ്ഞതയുടെ ശക്തിയും ഇതിൽ സ്പഷ്ടമാണ്. ഈ സങ്കീർത്തനം യഹൂദരുടെ ഹല്ലേൽ ഗീതങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മോചനത്തിൻ്റെയും നന്ദിയുടെയും മനോഹരമായ ഗാനം. ഇസ്രായേലിയർ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് മോചിതരായപ്പോൾ അവർ പാടിയ അതേ ഗാനമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. തൻ്റെ ജീവൻ അപകടത്തിലായിരുന്ന നിമിഷം ഓർത്ത് സങ്കീർത്തകൻ പറയുകയാണ്, മരണത്തിൻ്റെ കെട്ടുകൾ എന്നെ വളഞ്ഞു, പാതാള വേദനകൾ എന്നെ കടന്നു പിടിച്ചു. ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ഈ അനുഭവം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ദൈവം അകലെയുള്ളവനല്ല, പ്രത്യുത വിളിക്കുന്നവൻ്റെ വിളി കരച്ചിൽ കേൾക്കുന്ന നല്ല അപ്പനാണ്. ഇന്നത്തെ പാപഭംഗിലമായ നമ്മുടെ ലോകത്ത്, ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കും ഇത്തരം നിമിഷങ്ങൾ പലപ്പോഴും ദിവസേന കടന്നു വരുന്നില്ലേ? ഒരമ്മ തൻ്റെ മകൻ്റെ രോഗ അനുഭവത്തിൽ നിരാശയിലായിരിക്കുമ്പോഴും, ഒരു കുടുംബം കടപ്പാടുകളിൽ കുരുങ്ങി പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ പലപ്പോഴും വിളിക്കുന്നു, കർത്താവെ രക്ഷിക്കണമേ,
യേശുവെ രക്ഷിക്കണമേ, ആ വിളികൾ കേൾക്കുന്നവനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. പലപ്പോഴും നമുക്ക് ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ അവൻ്റെ കരുണ നമ്മെ മറ്റ് പല മാർഗങ്ങളിലൂടെ, നമുക്ക് അന്യമായ മാർഗങ്ങളിലൂടെ നമ്മളെ താങ്ങുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ഉറപ്പ് നൽകുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നവൾ ഒരിക്കലും നിരാശരാകാൻ ദൈവം സമ്മതിക്കില്ല. പുതിയ നിയമത്തിൽ ഈ സന്ദേശം യേശുക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന വചനത്തിൽ കാണുന്ന നന്ദിയും പ്രത്യാശയും കർത്താവായ യേശുവിൻ്റെ അന്തിമയാഗത്തിൽ നിറവേറപ്പെടുന്നു. കർത്താവായ യേശു തന്നെ തൻ്റെ രക്തം പാനപാത്രമായി അർപ്പിച്ച് മനുഷ്യരാശിക്ക് നിത്യരക്ഷയുടെ വഴിയൊരുക്കി. അവൻ രോഗികളെയും നിരാലംബരെയും താങ്ങിയതുപോലെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും കർത്താവ് കേൾക്കുന്നു. സങ്കീർത്തകൻ പറഞ്ഞു, അവൻ ചെറിയവരെ രക്ഷിക്കുന്നു. ഈ വചനം യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വ്യക്തമായി കാണാം. ക്രിസ്ത്യാനികളായ നമുക്ക് ഈ സങ്കീർത്തനം ഒരു പാഠമല്ല, ഒരു ചെറു പാഠപുസ്തകം തന്നെയാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ഉറച്ച് വിശ്വാസം പുലർത്തി പ്രാർത്ഥനയിൽ നമ്മൾക്ക് നിലനിൽക്കാം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, ഈ ദിവസം നമ്മൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഇതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സഹോദരങ്ങളെ, ദൈവം നമ്മെ കേട്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റിമറിക്കാം. കടുപ്പമായ, വിഷമകരമായ, സങ്കടകരമായ സമയങ്ങളിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുപറയാം. കാരണം നമ്മളുടെ നാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അപ്പൻ നമുക്ക് ആവശ്യമുള്ളത് എപ്പോൾ, എവിടെ, എങ്ങനെ റെഡിയാക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞു. അവിടുന്ന് സ്നേഹമുള്ള അപ്പനായതുകൊണ്ട് മക്കൾ അപ്പൻ്റെ അടുക്കിലേക്ക് വന്ന് സംസാരിക്കണം എന്ന് അപ്പൻ ആഗ്രഹിക്കുന്നു. ആ സംസാരമാണല്ലോ യഥാർത്ഥത്തിൽ പ്രാർത്ഥന. സങ്കീർത്തനം 116 അധ്യായം. സഹോദരങ്ങളെ, നമ്മെ കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കണം, നന്നായി ഒരുക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ നാമം സ്തുതിക്കുന്നവർക്കാണ് അവൻ്റെ രാജ്യം അനുഭവിക്കാനാകുക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ നടന്ന് സഞ്ചരിക്കും എന്ന വചനം നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു അടിത്തറ തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസത്തിലും നന്ദിയിലും ഉറച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സജ്ജരാവാം. ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവായ യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അവൻ നമ്മളെ താങ്ങും, അവൻ നമ്മളെ ഉയർത്തും. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.